ഇന്നത്തെ എൻ്റെ റെസിപ്പി ചെമ്മീനും മാങ്ങായും കൂടെ കറി വെച്ചതാണ്. നല്ല കുറിയ ചാറോടുകൂടിയുള്ള ചെമ്മീൻ കറിയാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള തേങ്ങാപ്പാലിൽ റെഡിയാക്കിയ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. ചെമ്മീൻ കറി വെക്കുന്നതിന് ഞാൻ ഒരു മീൻ ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒരു പകുതി വഴന്ന് കഴിയുമ്പം നമുക്കതിൽ നിന്നൊരു പകുതി സവാള മാറ്റി വെക്കണം. ഏകദേശം പകുതി വഴന്നു വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അര ഭാഗം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുക്കാം. ബാക്കിയുള്ളതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് മൂക്കുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 6 ചുവന്നുള്ളി കീറിയതിട്ട് കൊടുക്കാം. ഒരു 5 വെളുത്തുള്ളി നടുവേ പിളർന്നതിട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ മിക്സിയുടെ ജാറിൽ ഒരു 1/2 കപ്പ് തേങ്ങായും 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും നമ്മൾ ആ വഴന്ന് മാറ്റി വെച്ചിരുന്ന സവാളയും കൂടി ഇട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. സവാള ഏതാണ്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നല്ല പുളിയുള്ള ഒരു മാങ്ങ ചെറു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചുകൊണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നമ്മൾ അരച്ചെടുത്തിരുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടെ ഇതിനോട് ഒഴിച്ചു കൊടുക്കാം. മാങ്ങ ഒന്ന് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അടച്ചു വെച്ച് ഇത് വേവിക്കാം. നമുക്ക് മാങ്ങ വെന്തോന്ന് നോക്കാം. മാങ്ങയൊക്കെ ഒരു 3/4 വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് വെന്ത് വരും. ഇങ്ങനെ വെന്താലേ ഇതിൻ്റെ പുളിയൊക്കെ ഇറങ്ങത്തുള്ളൂ. നമുക്കിതിലേക്ക് റെഡിയാക്കിയെടുത്ത് ഒരു 250 ഗ്രാം ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ചെമ്മീൻ ഒരു 4 മിനിറ്റ് വേകാനായിട്ട് വെക്കാം. ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചെമ്മീൻ വെന്തോന്ന് നോക്കാം. ചെമ്മീനും മാങ്ങായും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയും ചെമ്മീൻ കൂടുതൽ വേവിച്ചാൽ അത് കട്ടിയായിട്ട് പോകും. നമുക്കിതിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ചുകൊണ്ട് 1 കപ്പ് തേങ്ങ നല്ല കുറിയ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കറി തിളപ്പിക്കരുത്. നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് ചൂടാക്കിയാൽ മതി. ആ ചട്ടിയുടെ ചൂട് തന്നെ മതി. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് ഈ കറി നല്ലതുപോലെ കുറുകും. നമുക്ക് ഈ കറിക്ക് ഒരു താളിപ്പും കൂടെ റെഡിയാക്കാം. ഞാനൊരു 3/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുകും ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തു. നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അടപ്പ് മാറ്റിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല കുറുകിയ ചെമ്മീനും മാങ്ങായും കൂടെ കറി വെച്ചത് റെഡി ആയിരിക്കുകയാണ്.
എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്.